എഡ്യൂക്കേഷൻ എ സോഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ വിദ്യാഭ്യാസം സാമൂഹ്യ മൂലധനം. അപ്പോൾ ഈ എഡ്യൂക്കേഷൻ എങ്ങനെയാണ് സൊസൈറ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമുക്കറിയാം. അത് മാത്രമല്ല, ഈ ഒരു ടൈമില് ഈ കേരളത്തിന്റെ ആ ഒരു ട്രാൻസ്ഫർമേഷൻ ടൈമിൽ എഡ്യൂക്കേഷന്റെ പ്രാധാന്യം പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണെന്നും നോക്കാം. അയ്യങ്കാളി was a reformer who strived for the uplift of the depressed class. അപ്പോൾ ഈ ഈ താഴ്ന്ന അല്ലെങ്കിൽ ഈ അപ്ലിഫ്റ്റ് ഡിപ്രസ്ഡ് ക്ലാസ് എന്ന് പറയുമ്പോൾ ഈ തരം താഴ്ന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഈ താഴെ തട്ടിൽ കിടക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച ഒരാളാണ് ഇത് അയ്യങ്കാളി. അതായത് താഴെ തട്ടിലുള്ളവരെ ഉയർത്തി കൊണ്ടുവരാനായിട്ട് ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച ഒരാളാണ് അയ്യങ്കാളി. He recognized that education is an investment for resolving social inequalities and to improve the social status of the depressed classes. അപ്പോൾ പുള്ളിക്കാരന്റെ ബിലീവ് അനുസരിച്ച്, ആ തോട്ട് നിങ്ങൾ പഠിക്കുക, ഈ പുള്ളിക്കാരന്റെ ബിലീവ് അനുസരിച്ച് ഈ സോഷ്യൽ ഇനിക്വാലിറ്റീസ്, അതായത് സൊസൈറ്റിയിൽ അംഗീകാരമില്ലായ്മ മാറണം എന്നുണ്ടെങ്കിൽ നമ്മൾ എഡ്യൂക്കേഷനിലൂടെ മാത്രമേ പറ്റത്തുള്ളൂ. കാരണം എഡ്യൂക്കേഷൻ വരുമ്പോൾ ഒരാൾക്ക് വിദ്യാസമ്പന്നനാവുമ്പോൾ ആ ആൾക്ക് സമൂഹത്തിൽ ഒരു നിലയും വിലയും സ്റ്റേറ്റസും എല്ലാം കൊടുക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചേഞ്ച് ഒരു ഡിപ്രസ്ഡ് ക്ലാസ്സിന് കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഡിപ്രസ്ഡ് ക്ലാസ് ഉയർന്നു വരാനായിട്ട് ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ അവരുടെ ആ ഒരു അവസ്ഥയൊക്കെ മാറ്റം വരുമെന്നാണ് പറയുന്നത്. In 1904, അയ്യങ്കാളി established a school exclusively for the depressed class. അയ്യങ്കാളി ഇപ്പൊ താഴെ തട്ടിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു സ്കൂൾ തന്നെ പുള്ളിക്കാരൻ സ്ഥാപിച്ചു. When the students from the depressed class were denied education, Ayangali proclaimed, "If our children are denied education, we will grow weeds all over the paddy fields." അപ്പോൾ പുള്ളിക്കാരന്റെ ഇത് ഏറ്റവും വലിയ ഒരു ഡയലോഗ് അല്ല എങ്കിൽ പുള്ളിക്കാരൻ പറഞ്ഞ കാര്യമാണ്, ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം കൊടുത്തിട്ടില്ല എങ്കിൽ ഞങ്ങള് ഇത് ഈ പേഡി ഫീൽഡിന് ഒരു വീട് എന്ന് പറയുന്നത് കഞ്ചാവ്. അപ്പോ ഈ കഞ്ചാവ് വിളയിക്കും. ഈ പേഡി ഫീൽഡിന് പകരം നമ്മൾ ഈ പേഡി ഫീൽഡ്സ് ഉണ്ടാവേണ്ട സ്ഥലത്തെല്ലാം കഞ്ചാവ് വിളയിക്കുക. എസ് പിക്ക് ചിരി വരണം, എന്താണോ എന്തോ ഇത്. എന്ത് പറ്റി എസ് പി? ഒന്നുമില്ല സാർ, അങ്ങനെ വിഷയം. ഓക്കെ. ഇത് അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞ ഡയലോഗാണ്. കാരണം എഡ്യൂക്കേഷൻ കാര്യം ഇങ്ങനെ ഈ ഒരു ക്ലാസ് ഡിഫറൻസ് വരുത്തരുത് എന്നുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഹി വാസ് ബോൺ അറ്റ് വെങ്ങാനൂർ ഇൻ തിരുവനന്തപുരം ഡിസ്ട്രിക്ട്. തിരുവനന്തപുരത്തുള്ള നമ്മുടെ ഇവിടെ വെങ്ങാനൂർ, വിഴിഞ്ഞത്തിനപ്പുറത്തുള്ള വെങ്ങാനൂരാണ് പുള്ളിക്കാരൻ ജനിച്ചത്. സാധുജന പരിപാലന സംഘം വാസ് ദ ഓർഗനൈസേഷൻ ഹി ഫൗണ്ടഡ് ഫോർ ഹിസ് റിഫോം ആക്ടിവിറ്റീസ്. പുള്ളിക്കാരന്റെ ആ ഒരു സംഘടനയുടെ പേരാണ് സാധുജന പരിപാലന സംഘം എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ പുള്ളിക്കാരെ ഫോം ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? ഇത്തരം റിഫോം ആക്ടിവിറ്റീസ് നടത്താനായിട്ട് പുള്ളിക്കാരൻ കണ്ടുപിടിച്ചതാണ്. പുള്ളിക്കാരന്റെ നേതൃത്വത്തിൽ ഇറക്കിയ സംഭവമാണ് ഈ സാധുജന പരിപാലന സംഘം. The right of awareness to walk freely along the public roads, school admissions of the students from depressed class and better wages for the laborers were the aim of the organization. അപ്പോൾ നമുക്കറിയാം, അവർണർക്ക് അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിൽ പെട്ടവർക്ക് റോഡിൽ കൂടെ പബ്ലിക്കായിട്ട് നടക്കാനുള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നു. അപ്പോൾ അത് മാറ്റണം. അത് മാത്രമല്ല, എല്ലാ കുട്ടികൾക്കും, അതായത് നമ്മുടെ ഡിപ്രസ്ഡ് ക്ലാസ് അല്ലെ താഴെ തട്ടിലുള്ള കുട്ടികൾക്ക് വരെ, അല്ലെ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് വരെ സ്കൂളിൽ എഡ്യൂക്കേഷൻ കൊടുക്കണം വിത്തൗട്ട് എനി ഡിഫറൻസ് ആൻഡ് ബെറ്റർ വേജസ് ഫോർ ലേബറേഴ്സ്. ഇത് ഈ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള കൂലി കൊടുക്കണം എന്ന് അതാണ് ഈ ഒരു ഓർഗനൈസേഷന്റെ പ്രധാനപ്പെട്ട എയിം. അതായത് അപ്പോ അത്രയും അത് നിങ്ങൾ ജസ്റ്റ് ഒരു പോയിന്റ് വൈസ് ആയിട്ട് നോക്കി വെച്ചിരിക്കണം. കാരണം അവർണർക്ക് ഫ്രീ ആയിട്ട് പബ്ലിക് റോഡ് യൂസ് ചെയ്യണം, സ്കൂൾ അഡ്മിഷൻ കൊടുക്കണം, പിന്നെ ബെറ്റർ വേജസ് ഫോർ ലേബേഴ്സ്. അപ്പൊ ഇതായിരുന്നു അവരുടെ ഓർഗനൈസേഷന്റെ ആ ഒരു എന്താ പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത് അജണ്ട, അവരുടെ ഓർഗനൈസേഷന്റെ അജണ്ട. As a famous leader of the depressed class,
he became the member of the Sri Moolam Praja Sabha People's Assembly. Gandhiji appreciated the activities of Ayangal. Okay. അപ്പോൾ ഈ ശ്രീമൂലം പ്രജാ സഭ എന്ന് പറയുന്ന ആ ഒരു പീപ്പിൾസ് അസംബ്ലി അതെന്ന് പറയുന്നത് ഒരു ഒരു എന്താ പറയുന്നത്, ഈ ഡിപ്രസ്ഡ് ക്ലാസ് അല്ലെങ്കിൽ ഇത്തരത്തിൽ കഷ്ടത അനുഭവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് അത് ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഇതായിരുന്നു, ഒരു അസംബ്ലി ആയിരുന്നു. അപ്പോൾ ആ അസംബ്ലിയിലെ ഒരു മെമ്പർ ആവാനും അല്ലെങ്കിൽ അതിന്റെ പാർട്ട് ആവാനും നമ്മുടെ അയ്യങ്കാളിക്ക് സാധിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഗാന്ധിജിയും പുള്ളിക്കാരന്റെ ഈ ഒരു ആക്ടിവിറ്റീസിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പുള്ളിക്കാരൻ അപ്രീഷിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു പുള്ളിക്കാരന്റെ ഈ ഒരു ആക്ടിവിറ്റീസിൽ. ഓക്കെ. ഇൻ ഹിസ്റ്റോറിക് ജേർണി ഇൻ വില്ലുവണ്ടി. In 1893, Ayangali broke social prohibitions by traveling through the public roads of Venganur in Villuwandi, a special type of bullock cart. അപ്പോൾ ഈ വില്ലുവണ്ടി എന്ന് പറയുന്നത് ഒരു തരം ഒരു ബുള്ളോക്ക് കാർട്ടാണ്, അതായത് നമ്മുടെ കാളവണ്ടി പോലത്തെ. അതില് പുള്ളിക്കാരൻ എന്ത് ചെയ്തു, ഈ വെങ്ങാനൂരിലെ പബ്ലിക് റോഡിൽ കൂടെ ഈ ഇത്തരത്തില് ഇങ്ങനെ പോവരുതെന്ന് പറഞ്ഞിട്ടും പുള്ളിക്കാരൻ പോയി അവിടെ ഇതിനെതിരെ പ്രതിഷേധിച്ചു. ഈ റോഡിൽ കൂടെ, പബ്ലിക് റോഡിൽ കൂടെ പുള്ളിക്കാരൻ സഞ്ചരിച്ചു. He started to fight for the right of freedom of movement of depressed classes by traveling through major roads of Travancore, thus creating city. അപ്പോൾ പുള്ളിക്കാരൻ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാളാണ്, പക്ഷെ എന്നാലും പുള്ളിക്കാരൻ ഇതിന്റെ മേജർ റോഡ്സിലൂടെ എല്ലാം കൂടെ പുള്ളിക്കാരൻ ട്രാവൽ ചെയ്ത് ഇത്തരത്തിലുള്ള ഈ ഒരു ഇനിക്വാലിറ്റി അതിനെ ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള മൂവ്മെന്റ് പുള്ളിക്കാരൻ നടത്തി. അപ്പൊ അങ്ങനെ നടത്തിയപ്പോ അത് വലിയൊരു മാറ്റം തന്നെയാണ് അവിടെ സംഭവിച്ചത്, അല്ലെങ്കിൽ അതൊരു ഹിസ്റ്ററി ആയിട്ട് മാറി. കല്ലുമാല അജിറ്റേഷൻ. The women folk of the depressed class used to wear കല്ലുമാലാസ്. ഇപ്പോ ഈ കറുത്ത കല്ലും അതുപോലെ കല്ലുമാലകള് ആണ് ഈ പ്രത്യേകിച്ച് ആദിവാസികളുടെ അവരെയൊക്കെ ഫോട്ടോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അറിയാം, അവർ ഈ കല്ലുമാലയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഈ കല്ലുമാലയൊക്കെ യൂസ് ചെയ്യുന്നവരടുത്ത് അയ്യങ്കാളി പറഞ്ഞു കല്ലുമാല യൂസ് ചെയ്യരുത്. അയ്യങ്കാളി കോൾഡ് അപ്പോൺ them to give up the കല്ലുമാലാസ് which was a symbol of inferior status. അപ്പോ അതെന്ന് പറയുന്നത് ഇൻഫീരിയർ സ്റ്റേറ്റസ് അല്ല എങ്കിൽ അവർക്ക് ഇത് കീഴായ്മ, അല്ലെങ്കിൽ അതിനെന്ത് പറയാൻ പറ്റും, ഒരു 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 പോസിറ്റിവിറ്റി കിട്ടത്തില്ല, ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ആ ഒരു ഫീൽ ആയിരിക്കും അവർക്ക് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കല്ലുമാല ഉപേക്ഷിക്കണമെന്ന് നമ്മുടെ അയ്യങ്കാളി പറഞ്ഞായിരുന്നു. Kallumalas thus abandoned by the woman piled up to the height of 4 or 5 feet. അപ്പോ അവര് എല്ലാരും തന്നെ ഇത് കല്ലുമാലകൾ ഉപേക്ഷിച്ചു. അതെന്ന് പറയുന്ന അവരെല്ലാം അത് ഉപേക്ഷിച്ചപ്പോൾ അവർ ഒരുമിച്ച് അത് കൂട്ടിയിട്ടത് ഏകദേശം 4-5 അടി പൊക്കത്തില് കല്ലുമാലകളെല്ലാം കൂടെ ഒരുമിച്ച് കുന്നുകൂടി എന്നാണ് പറയുന്നത്. അതായത് അവരെല്ലാവരും അത് കംപ്ലീറ്റ്ലി ഉപേക്ഷിച്ചു ഈ പുള്ളിക്കാരന്റെ വാക്ക് കേട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇതിൽ പഠിക്കാനുള്ളത് ഡിപ്രസ്ഡ് ക്ലാസ്. ഹി ഹാസ് ഫൗട്ട് ഫോർ ദ ഡിപ്രസ്ഡ് ക്ലാസ് ആൻഡ് മോസ്റ്റ്ലി ഫോർ ദ freedom of movement. He has fight for the right of freedom of movement for the depressed class. അതായിരുന്നു പുള്ളിക്കാരന്റെ മേജർ അജണ്ട. ആൻഡ് പിന്നെ ഇത് അവർണാസിന് റോഡിൽ കൂടെ നടക്കാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം, സ്കൂൾ അഡ്മിഷൻ, ബെറ്റർ വേജസ് ഫോർ ലേബറേഴ്സ്, പിന്നെ പുള്ളിക്കാരന്റെ ആ ഒരു ഓർഗനൈസേഷന്റെ പേര് സാധുജന പരിപാലന സംഘം. ഇത്രയാണ് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതായത് ഈ അയ്യങ്കാളി എന്ന് പറയുന്നത് ഒരു ഡിപ്രസ്ഡ് ക്ലാസ് ആയിട്ടുള്ള ആളാണ്. അതെ. അപ്പൊ ഈ ശ്രീനാരായണ ഗുരുവും ഈ ഡിപ്രസ്ഡ് ക്ലാസ് ആണ്. ശ്രീനാരായണ ഗുരുവും ഡിപ്രസ്ഡ് ക്ലാസ് ആണോ? ആൾക്കാർ തന്നെ പരിശ്രമിച്ചതല്ലേ? അതെ, കാര്യം എടാ അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്ന് ഒരു ചേഞ്ചസ് വരാനല്ലേ അവർ ശ്രമിക്കത്തുള്ളൂ. ഇപ്പൊ അല്ല എങ്കില് ഇപ്പോ അപ്പർ കാസ്റ്റിലുള്ള ഒരാള് ജസ്റ്റ് ചിന്തിച്ചാൽ മതി. അപ്പർ കാസ്റ്റിലുള്ള ഒരാള്
ബ്രാഹ്മൺ അല്ലെങ്കിൽ ആ സമയത്ത് അത്രയും ആ ഒരു ബ്രാഹ്മണിക്കൽ ഇതിൽ നിന്ന സമയത്ത് ബ്രാഹ്മണായിട്ടുള്ള ഒരാളെന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർക്കെന്ന് പറയുന്നത് സമൂഹത്തിൽ എല്ലാ സ്വാതന്ത്ര്യമുണ്ട്, അവരാണ് നേതാവ്, അവരുടെ അണ്ടറിലാണ് എല്ലാം വരുന്നത്. അങ്ങനെ ഒരാള് സാധാരണക്കാരന് വേണ്ടി എന്തെങ്കിലും ചെയ്യും? ജസ്റ്റ് ചിന്തിച്ചാൽ മതി. അങ്ങനെയുള്ള ഒരാള് സാധാരണക്കാരന് വേണ്ടി അല്ലെങ്കിൽ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യും? എത്രത്തോളം അവരുടെ അടിമയാക്കി വച്ചിരിക്കാം എന്നുള്ള ആ ഒരു ഇത് മാത്രമേ നോക്കത്തുള്ളൂ. അപ്പൊ ഇതെല്ലാം ഡിപ്രസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു താഴെ തട്ടിൽ കിടക്കുന്നവരായിരിക്കും ഇതിനു വേണ്ടിയിട്ട് എന്താ പറയുന്നത്, ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്യുക. അപ്പൊ ഈ വില്ലുവണ്ടി എന്ന് പറയുന്നത് ഈ കാളവണ്ടിയാണല്ലേ? ആ അതെ അതെ, കാളവണ്ടി. സാർ ഏതുവരെ പഠിപ്പിച്ച്? വൈഷ്ണവി വന്നോ? ഇത് അയ്യങ്കാളി തീർന്നു. അതായത് പേജ് നമ്പർ 95 ആണെന്ന് തോന്നുന്നു. 95 ആയിരിക്കും. അയ്യോ ഞാനിപ്പോ പറഞ്ഞുതരാം. അല്ല, എന്റെ ഇതില് പേജ് നമ്പർ 95 ആണ്. 96 ആണോ നിങ്ങളുടെ കയ്യില്? എന്റെ കയ്യിൽ കിടക്കുന്നത് 95 വന്ന അതാ. ഓക്കെ, അപ്പൊ അതിൽ വേറെ ഡൗട്ട് ഉണ്ടോ? ഇല്ല സാർ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തേക്ക് പോവാം. സാർ. ട്രാൻസ്ഫോർമേഷൻ ത്രൂ റൈറ്റിംഗ്, എഴുത്തിലൂടെ ഉള്ള മാറ്റം. The rich have to bear the educational expense of the poor and provide assistance for their higher education. സമ്പന്നർ പാവപ്പെട്ടവരുടെ വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നതമായ വിദ്യാഭ്യാസം കൊടുക്കുകയും വേണം. Human progress is possible only through acquiring materialistic education along the religious education. അതായത് ഈ മെറ്റീരിയലിസ്റ്റിക് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ബാക്കിയുള്ള, അതായത് ഇപ്പോ നമ്മൾ ഈ പഠിക്കുന്നതും അതുപോലുള്ള ജനറൽ നോളജ്, ആ ഒരു ടൈപ്പിലുള്ള എല്ലാ എഡ്യൂക്കേഷൻ. അപ്പൊ അത്തരത്തിലുള്ള അറിവും അതോടൊപ്പം റിലീജിയസ് എഡ്യൂക്കേഷൻ, മതപരമായിട്ടുള്ള ഇത് നമ്മുടെ എഡ്യൂക്കേഷനും, അല്ലെങ്കിൽ ബൈബിൾ പഠനം, രാമായണം അല്ലെങ്കിൽ ഖുർആൻ, അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു പഠനവും ഇത് എല്ലാം ഒരുമിച്ച് വേണം കൊണ്ടുപോകാനായിട്ട്. ഒരു ഹ്യൂമൻ മാൻ അല്ലെങ്കിൽ ഒരു ഈ മതപരമായിട്ടുള്ള പഠനത്തിന്റെ കൂടെ ബാക്കി മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, ബാക്കിയുള്ള എഡ്യൂക്കേഷനും കൂടെ നടത്തിയാൽ മാത്രമേ ഒരു മനുഷ്യന്റെ പ്രോഗ്രസ്സിൽ പ്രോപ്പറായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. എഡ്യൂക്കേഷൻ ഈസ് എ മീൻസ് ടു സോൾവ് ദ സോഷ്യൽ ബാക്ക്വേർഡ്നെസ്. അപ്പോ ഈ സാമൂഹികമായ പിന്നോക്കാവസ്ഥ, ബാക്ക്വേർഡ്നെസ് അല്ലെ പിന്നോക്കാവസ്ഥ മാറ്റണമെങ്കിൽ അത് എഡ്യൂക്കേഷനിലൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ. അപ്പൊ ഈ കോഡ്സ്, ഇതെല്ലാം കോഡ്സ് ആണ്. കോഡ്സ് ഗിവൺ ആർ ദ വിഷൻ ഓഫ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. അപ്പൊ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ കോഡ്സ് ആണ്, അല്ലെങ്കിൽ പുള്ളിക്കാരൻ പറഞ്ഞ കാര്യങ്ങളാണ് ഇത്. പുള്ളിക്കാരൻ ഹി ഈസ് ഓൾസോ സ്ട്രൈവ് ഫോർ ദ സോഷ്യൽ റിഫോംസ് ഇൻ കേരള. അപ്പൊ കേരളത്തിന്റെ ഈ ഒരു സാമൂഹിക മാറ്റത്തിന് വേണ്ടിയിട്ട് പ്രയത്നിച്ച ഒരാൾ തന്നെയാണ് നമ്മുടെ വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറയുന്നത്. ഹി ഫൗട്ട് അഗെയിൻസ്റ്റ് സൂപ്പർസ്റ്റിഷൻസ്, അതായത് അന്ധവിശ്വാസങ്ങൾക്കെതിരെ. സൂപ്പർസ്റ്റിഷൻ എന്ന് പറയുമ്പോൾ അന്ധവിശ്വാസം, അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ട് പോരാടി. പ്രൊമോട്ടഡ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുകയുണ്ടായി. നർച്ചേർഡ് വുമൺ എഡ്യൂക്കേഷൻ, സ്ത്രീ വിദ്യാഭ്യാസം പരിപോഷിപ്പിച്ചു. നർച്ചേർഡ് എന്ന് പറഞ്ഞാൽ പരിപോഷിപ്പിക്കുക, അല്ലെങ്കിൽ അതിനെ ഉയർത്തിക്കൊണ്ടുവരിക. മുമ്പ് കാലത്ത് നമുക്കറിയാം women education was completely denied. It was not given to women. അപ്പോൾ അത് മാറ്റിയിട്ട് വുമണിനും എഡ്യൂക്കേഷൻ പ്രോപ്പറായിട്ട് കൊടുക്കണം എന്നുള്ള ആ ഒരു തോട്ടിൽ ആ ഒരു റിഫോം ചേഞ്ച് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിച്ചു.
promoted education that gave importance to science and arts. ശാസ്ത്രം, കല എന്നിവ വിഷയങ്ങൾ എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഒരു പ്രോത്സാഹനം. ഇപ്പൊ നമ്മളിപ്പോ പഠിക്കുന്നില്ലേ, നമ്മളിപ്പോ SS പഠിക്കുന്നുണ്ട്, ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്, സയൻസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിലും നമുക്കൊരു നോളജ് ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ആ ഒരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ച ഒരാളാണ്. Created awareness that gave importance to science, created awareness among organizations to spread education. അപ്പോൾ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സംഘടനകളെ അല്ലെങ്കിൽ പല പല ഓർഗനൈസേഷൻസിനെ പുള്ളിക്കാരൻ സപ്പോർട്ട് ചെയ്തു. അല്ല എങ്കിൽ പുള്ളിക്കാരൻ പല പല ഓർഗനൈസേഷൻസ് വഴിയും ഈ ഒരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട് ഉള്ള ഒരു ശ്രമം നടത്തി. He had mastered various languages like Malayalam, Urdu, Arabic, Sanskrit and Persian. അപ്പോൾ പുള്ളിക്കാരന് പല പല ലാംഗ്വേജ്, മലയാളം, ഉറുദു, അറബിയും സാൻസ്ക്രിറ്റും പേർഷ്യനും എല്ലാം പുള്ളിക്കാരന് വശമുണ്ടായിരുന്നു. പുള്ളിക്കാരൻ പഠിച്ചതാണ്. He collaborated with the activities of Muslim ഐക്യ സംഘം established at കൊടുങ്ങല്ലൂരില് ഈ മുസ്ലിം ഐക്യ സംഘം എന്ന് പറയുന്ന ഈ ഒരു ആക്ടിവിറ്റിക്ക് പുള്ളിക്കാരൻ നേതൃത്വം കൊടുത്തു. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഇതൊക്കെ ചിലപ്പോ വൺ വേർഡ് ആയിട്ടൊക്കെ ചോദിക്കാൻ കേട്ടോ എക്സാമിന്. മുസ്ലിം ഐക്യ സംഘം എസ്റ്റാബ്ലിഷ്ഡ് കൊടുങ്ങല്ലൂർ. ഹു ആരാണെന്നുള്ള കാര്യം ചോദിക്കാം. He founded the magazine Muslims and Al Islam and the newspaper Swadeshabhimani to spread the light of the knowledge. അപ്പോൾ പുള്ളിക്കാരൻ കണ്ടുപിടിച്ച മാഗസീൻസിന്റെ പേരാണ് മുസ്ലിം ആൻഡ് അൽ ഇസ്ലാം ആൻഡ് സ്വദേശാഭിമാനി ഇസ് ദ നെയിം ഓഫ് ന്യൂസ് പേപ്പർ ദാറ്റ് ഹി ഫൗണ്ട്. അപ്പോൾ സ്വദേശാഭിമാനി എന്ന് പറയുന്ന ന്യൂസ് പേപ്പറും പുള്ളിക്കാരൻ കണ്ടുപിടിച്ചാണ്. എന്തിനു വേണ്ടിയിട്ട്? ടു സ്പ്രെഡ് ദ ലൈറ്റ് ഓഫ് നോളജ്. അതപ്പോൾ ഈ ഒരു അറിവ്, ഇതിനെ ഓരോന്നിനെ കുറിച്ച് അറിവും മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ ചെയ്തതാണ് ഇത്. ഇത്രയും. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല സാർ. ഓ, നീ വന്നോ? ഇത്ര നേരം ഞാൻ ആദ്യം കയറി. അതെനിക്കറിയാം, പക്ഷെ അതിന് വീഡിയോ കണ്ടില്ല. അത് ഇന്നത്തെ പോലെ സാർ ഇങ്ങനെ സ്റ്റക്കാണ്. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, അപ്പോ എടാ സാറിനെ മാത്രം ഇങ്ങനെ ഉറങ്ങിയിരിക്കുന്നു. ആഹാ, കൊള്ളാലോ. ഓക്കെ, നമ്മുടെ ബ്ലാങ്ക്. ബാക്കിയുള്ള ഒരു വീഡിയോ ഓണാക്കാത്തത്. അശ്വിൻ, നിനക്കെന്താ പറ്റി വീഡിയോ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നു ഇടക്കിടക്ക്? അപ്പൊ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ബ്രഹ്മയാതെ ഇരുട്ടത്തും ഇരിക്കുകയാണ്. അതെ അതെ അതെ, അവ ഇരിക്കട്ടെ, അവ അങ്ങനെ ഇരുന്നാ മതി. ഓക്കെ ഓക്കെ. സ്വദേശാഭിമാനി ന്യൂസ് പേപ്പർ. Swadeshabhimani is a newspaper that brought out the corruption and injustice of the Diwan of Travancore. അപ്പോൾ ഈ സ്വദേശാഭിമാനി ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് ഈ ഒരു ഈ ട്രാവൻകൂറിലെ ദിവാനായ അല്ലെങ്കിൽ ട്രാവൻകൂറിന്റെ ആ ഒരു ഭരണാധികാരികൾക്കെതിരെ ഉള്ള അല്ല രാജവാഴ്ചയ്ക്ക് എതിരെയുള്ള അല്ല രാജവാഴ്ചയിൽ നടന്ന അഴിമതിയും ഈ നീതി നിഷേധ അനീതിക്കും എതിരായിട്ട് സംസാരിച്ച ഒരു പത്രമാണ് ഈ സ്വദേശാഭിമാനി ന്യൂസ് പേപ്പർ. In 1910, the newspaper was confiscated and Ramakrishna Pillai, the editor of the newspaper, was expelled from Travancore. പക്ഷേ 1910 ഈ പത്രം കണ്ടുകെട്ടുകയും ഈ രാമകൃഷ്ണ പിള്ള എന്ന് പറയുന്നത് ഇതിന്റെ ആ ഒരു എഡിറ്ററാണ്. ആ എഡിറ്ററിനെ അതായത് കോൺഫിസ്കേറ്റഡ് എന്ന് പറയുമ്പോൾ കണ്ടുകെട്ടുക, അതായത് ഈ പത്രത്തെ കണ്ടുകെട്ടുകയും അത് മാത്രമല്ല ഇതിന്റെ എഡിറ്ററായ രാമകൃഷ്ണ പിള്ള എക്സ്പെൽഡ് ഫ്രം ട്രാവൻകൂർ, തിരുവിതാംകൂറിൽ നിന്ന് മറ്റെവിടേക്കോ നാട് കടത്തപ്പെടുകയും ചെയ്തു. ഈ നാട്ടിൽ നാട് കടത്തുകയും ചെയ്തു, പുള്ളിക്കാരൻ നാട് കടത്തി. When Vakam Abdul Khader, the founder of the newspaper, was compelled to make an effort to reclaim the press,
he took the stance. Why should I have the newspaper and press without my editor? അപ്പോ ഈ പത്രം ഇത് ഈ ഈ പത്രത്തിലെ ഈ ഒരു പത്രവും ഈ ഒരു പ്രസ്സിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാനായിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ ശ്രമം നടത്തി, അല്ലെങ്കിൽ ശ്രമം നടത്താനായിട്ട് നിർബന്ധിച്ചു. ആര്? ബാക്കിയുള്ളവരൊക്കെ. അപ്പോ പക്ഷെ ആ സമയത്ത് പുള്ളിക്കാരൻ ഇങ്ങനെ ചോദിച്ചു, വൈ ഷുഡ് ഐ ഹാവ് ദ ന്യൂസ് പേപ്പർ ആൻഡ് പ്രസ് വിത്തൗട്ട് മൈ എഡിറ്റർ? എന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന എന്റെ എഡിറ്ററിനെയാണ് നാട് കടത്തപ്പെട്ടത്. അപ്പൊ അങ്ങനെ ഒരാളെ നാട് കടത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് എനിക്ക് ഇങ്ങനെ ഒരു പത്രം? കാര്യം എന്റെ കൂടെ എന്റെ എഡിറ്റർ ഇല്ലാതെ എന്തിന് ഈ പത്രം? കാരണം ഈ പത്രത്തിൽ വർക്ക് ചെയ്തത് കൊണ്ടാണല്ലോ പുള്ളിക്കാരനെ നാട് കടത്തിയത്. അതുകൊണ്ട് അപ്പൊ അങ്ങനെ പിന്നീട് ഇത് കണ്ടിന്യൂ ചെയ്തിട്ടില്ല ഈ പത്രം. ഓക്കെ, അശ്വിൻ എന്തോ ഒരു ഡൗട്ട് ഉണ്ടാകുന്നല്ലോ ഇടയ്ക്ക്. ഒന്നുമില്ല. അപ്പൊ അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരു ഡൗട്ട് ഉണ്ട്. മറ്റേ ഈ അവസാനത്തെ ഇതില്ലേ, ആടാ മറ്റേ ഇപ്പോഴത്തെ മറ്റേ പാരഗ്രാഫിൽ മറ്റേ ഈ കോൺഫിക്സേറ്റഡ് അതിന്റെ അർത്ഥം പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കണ്ടുകെട്ടൽ. അതായത് പത്രം എവിടെയാണ്, അതിന്റെ സ്ഥാപനം എല്ലാം കണ്ടുപിടിച്ച് ഇത് കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിച്ച് കളയുന്ന ആ ഒരു രീതി. Sir, ഇൻജസ്റ്റിസ്, അനീതി. ജസ്റ്റിസ് നീതി, ഇൻജസ്റ്റിസ് അനീതി. Sir, stance. സ്റ്റാൻസോ? He took the stance. he took the stance. അതായത് പുള്ളിക്കാരൻ്റെതായ ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിന്നു. അതാണ് ആ ഒരു സ്റ്റാൻസ്. അതായത് പുള്ളിക്കാരന്റെ ആ ഒരു നിലപാടിനെ സ്റ്റാൻസ് എന്ന് പറയും. വേറെ പറഞ്ഞുണ്ടോ? ഈ പത്രം അത് ആരുടെ ആണെന്നുള്ള ഞാൻ ചിലപ്പോ എക്സാമിന് വൺ വേർഡ് ആയിട്ടൊക്കെ ചോദിക്കും. സാർ, ഈ വക്കം എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണോ? ആടാ, വക്കം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഇയാള് ജനിച്ച വർഷമൊന്നുമില്ല. ജനിച്ചത് വക്കത്തായിരിക്കുമല്ലോ, അതുകൊണ്ടായിരിക്കും വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറയുന്നത്. Sir, corruption എന്ന് പറഞ്ഞാൽ തിരുത്തലാണ്. കറക്ഷൻ അല്ല, അത് CORRECTION, കറക്ഷൻ. അത് തിരുത്തൽ. കറപ്ഷൻ CORRUPTION, അതായത് കറപ്ഷൻ എന്ന് പറയുന്നത് അഴിമതി. വക്കം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തിന് അടുത്തുള്ള സ്ഥലം, അതായത് ആറ്റിങ്ങലിന്റെ അപ്പുറത്തുള്ള സ്ഥലമാണ്. അടുത്ത പോർഷനിലേക്ക് പോവാം. Protest through songs. No, not a single letter do I see on my reins, but so many histories seen on so many races. Listen to the plight of forefathers, ploughing the land chained and paired with oxen and buffaloes. No food, no wheat, how unbearable the mere crop. ഇതെല്ലാം എന്ന് പറയുന്നത് നമ്മുടെ ഇതെല്ലാം എന്ന് പറയുന്ന പൊറ്റേൽ ശ്രീകുമാര ഗുരുദേവന്റെ വാക്കുകൾ ആണ്. അപ്പൊ സോങ്ങിലൂടെ ഉള്ള ഒരു സോങ്ങിലൂടെ ഉള്ള ഒരു പ്രൊട്ടസ്റ്റ് എന്താണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റ് സോങ് നോക്കിയേ, അതിന്റെ മലയാളം ഞാനൊന്ന് വായിച്ചു തരാം. അതായത് ഈ സോങ്ങിന്റെ ഇതെല്ലാം മലയാളത്തിൽ എഴുതിയിട്ടുള്ള, പിന്നീട് ഇതെല്ലാം കൺവേർട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ, ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ മലയാളം ഞാൻ വായിച്ചു തരാം. കാണുന്നില്ലോ രക്ഷകവും എന്റെ വംശത്തെ പറ്റി കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ. അതായത് എന്റെ ഈ ഒരു കാസ്റ്റ്, അപ്പൊ ആ കാസ്റ്റിനെ
ആ ഒരു കാസ്റ്റ് മോശമല്ല എന്നുള്ള ഒരു ഇത്, അതായത് ഈ ഒരു കാസ്റ്റ് ഇപ്പൊ താഴ്ന്ന ജാതി ആയാലും ഞങ്ങളെല്ലാം മനുഷ്യരാണ് എന്നുള്ള ആ ഒരു ഇത് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമമാണ് ഇതിലൂടെയൊക്കെ നടക്കുന്നത്. ഇപ്പൊ ലാസ്റ്റത്തെ നോക്കിക്കേ, ഭക്ഷണം കിട്ടുന്നില്ല, വേലക്കൂലി ഓർത്താൽ ഒട്ടും സഹിപ്പതില്ല. ഇതെല്ലാം എന്ന് പറഞ്ഞ കവിതകളിലൂടെ ഇവർക്കെതിരെ പോരാടുന്നതാണ്. ഓരോ കവിതകളിലൂടെ ഇത് കവിത, പാട്ട്, ഇതിലൂടെയൊക്കെ ഓരോരുത്തര് ഇതിനു വേണ്ടിയിട്ട് ഇത് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ പല പല ഫോംസ് ഓഫ് പ്രൊട്ടസ്റ്റ്, ലൈക്ക് ഇപ്പോ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഇപ്പൊ സമരം സംഘടിപ്പിക്കാം, അല്ല എങ്കിൽ പല പല ഓർഗനൈസേഷൻസ് ഫോം ചെയ്യാം. ഇപ്പൊ ഇവിടെ ആണെങ്കിൽ പ്രൊട്ടസ്റ്റ് സോങ്സ്, പാട്ടിലൂടെ. ആ പാട്ടൊക്കെ എന്ന് പറയുമ്പോൾ ആൾക്കാരിലേക്ക് എത്തും. അപ്പൊ അങ്ങനെ എത്താനായിട്ടുള്ള ആ ഒരു നീക്കമാണ്. ഇപ്പൊ ഏതൊക്കെ മോഡലിൽ കൂടെ നാട്ടുകാരിൽ എത്തിക്കാൻ പറ്റുമോ, അവരെ ഒന്ന് ഉയർത്തി കൊണ്ടുവരാൻ പറ്റുമോ, അതെന്ന് പറയുന്നത് വളരെ നന്നായി. Portrayed Sri Kumara Gurudevan propagated his ideology through songs and speeches that expressed the miseries and agonies of slavery and the protest of the depressed. അപ്പോ ഈ ജനതയുടെ ഈ ഒരു അവസ്ഥ, ഈ നമ്മുടെ ഈ താഴെ തട്ടി കിടക്കുന്നവർ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ടവര് അവർ അനുഭവിക്കുന്ന കാര്യങ്ങൾ, ഇത് എല്ലാം തന്നെ അയാള് എന്ത് ചെയ്തു, ഇത് കവിതകളിലൂടെ അവർ അങ്ങനെ പ്രൊട്ടസ്റ്റ് മറ്റുള്ളവരിൽ എത്തിക്കാൻ ശ്രമിച്ചു. കവിതകളിലൂടെ ഇവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ കഷ്ടപ്പാടുകൾ എല്ലാം തന്നെ പുള്ളിക്കാരന് അവിടെ എത്തിക്കാനായിട്ട് സാധിച്ചു. He was a social reformer who combined knowledge and spirituality for the liberation of the depressed class. അപ്പോ ഒരു സാമൂഹിക പരിഷ്കർത്താവ് എന്നുള്ള ആ ഒരു നിലയിൽ അതാണ് ആ ഒരു ലിബറേഷൻ ഓഫ് ഡിപ്രസ്ഡ് ക്ലാസ്, അതായത് അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പുള്ളിക്കാരന്റെ നോളജും സ്പിരിച്വാലിറ്റിയും, അതായത് ആത്മീയതയും അറിവും, ഇത് രണ്ടും കൂടെ സംയോജിപ്പിച്ച് സ്വാതന്ത്ര്യത്തിനായിട്ട് ഒരു റിഫോം ചെയ്യുക. അല്ലെങ്കിൽ അത് ഈ ഒരു കവിതയിലൂടെയും എല്ലാം തന്നെ മറ്റുള്ളവരിൽ എത്തിക്കുക എന്നുള്ള ആ ഒരു സോഷ്യൽ തോട്ടാണ് നമുക്ക് നമ്മുടെ ഇവിടെ പൊറ്റേൽ ശ്രീ കുമാര ഗുരുദേവന് ഉണ്ടായിരുന്നത്. ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പോ പുള്ളിക്കാരന്റെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഈ കവിതകളിലൂടെ ഇപ്പൊ ബാക്കിയുള്ള എല്ലാരിലും ഈ കവിതകൾ എന്ന് പറയുമ്പോൾ മിക്കവരും വായിക്കും, നാട്ടുകാരിൽ ക്യാച്ചി ആയിരിക്കും, ചിന്തിക്കും ഇതെന്താണെന്നുള്ള കാര്യം. അപ്പൊ ഇവരുടെ ഈ ഒരു കഷ്ടപ്പാടെല്ലാം അവരിൽ എത്തിക്കുക. He was born at Iraviperur in Tiruvalla and was also known as Poigai Appachan. അപ്പൊ പുള്ളിക്കാരനെ ഇരവിപെരൂർ എന്ന് പറയുന്ന തിരുവല്ല എന്ന് പറയുമ്പോൾ പത്തനംതിട്ട, അപ്പൊ തിരുവല്ലയില് ഇരവിപെരൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് പുള്ളിക്കാരൻ ജനിച്ചത്. ഓൾസോ നോൺ ആസ് പൊയ്കയിൽ അപ്പച്ചൻ. അപ്പോ ഇത് ക്വസ്റ്റ്യൻ ചോദിക്കാം, ഹു ഈസ് നോൺ ആസ് പൊയ്കയിൽ അപ്പച്ചൻ. അപ്പൊ അങ്ങനെ പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ. അപ്പൊ അത് ആ രീതിയിൽ എഴുതാൻ പറ്റണം. അപ്പൊ പുള്ളിക്കാരന്റെ ഐഡിയോളജി എന്തായിരുന്നു? His ideology is to propagate his ideologies through songs and speeches that express the miseries and agonies of slavery and the protest of the depressed. Especially propagated his ideas through songs and speeches. അതായിരുന്നു പുള്ളിക്കാരന്റെ ഐഡിയോളജി. അപ്പൊ പുള്ളിക്കാരൻ വേറെ സംഘടനയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പുള്ളിക്കാരന്റെ അറിവും ആത്മീയതയും എല്ലാം കൂടെ ചേർത്ത് കവിതകളായിട്ടും എല്ലാം എഴുതി മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. He fought against caste discrimination and exploitation and founded the organization Pratyaksha Raksha Deva Sabha for philanthropy, universal brotherhood and world peace. അപ്പോ പുള്ളിക്കാരൻ ഒരു ഓർഗനൈസേഷൻ അത് കഴിഞ്ഞ് ഫോം ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? ആദ്യം ഈ പുള്ളിക്കാരൻ ഒരു
കവിതകളിലൂടെയും കഥകളിലൂടെയും കവിതകളിലൂടെയും എല്ലാം തന്നെ പാട്ടിലൂടെയും എല്ലാം മറ്റുള്ളവരിലേക്ക് ഇദ്ദേഹത്തിന്റെ ഐഡിയാസ് എത്തിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത സെക്കൻഡ് സ്റ്റെപ്പായിട്ട് ഒരു പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന് പറയുന്ന ആ ഒരു സഭ അദ്ദേഹം അവിടെ ഫോം ചെയ്തു. എന്തിലത്തേക്ക് വേണ്ടിയിട്ട്? ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ. ഇതിനു വേണ്ടിയിട്ട് ഈ ഒരു പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന് പറയുന്ന ഒരു സംഘടന പുള്ളിക്കാരൻ ഫോം ചെയ്തു. ഫിലാന്ത്രോഫി അല്ലെ യൂണിവേഴ്സൽ ബ്രദർഹുഡ്. ഫിലാന്ത്രോഫി എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ആ ഒരു സാമൂഹിക അല്ലെങ്കിൽ സമൂഹത്തിന് ടോട്ടലി ഒരുമിപ്പിക്കുക, ലൈക്ക് ഒരു ബ്രദർഹുഡ്, ഒരു സാഹോദര്യം. അപ്പൊ ആ ഒരു ഇത് കൊണ്ടുവരാനായിട്ട് പുള്ളിക്കാരൻ ശ്രമം നടത്തി. ശ്രീ കുമാര Gurudevan, who strived for social transformation, was a member of ശ്രീമൂലം പ്രജാസഭ. അപ്പോ നമ്മുടെ ശ്രീമൂലം പ്രജാസഭയിലും പുള്ളിക്കാരൻ 2 പ്രാവശ്യം അംഗമായിരുന്നു. Because he is a social reformer, his mode of social reformation was different. He has done this his reformation through songs and poems. അപ്പോ ആ ഒരു ഇതില് സോങ്സ് ആയിട്ടും ഒക്കെയാണ് പുള്ളിക്കാരന്റെ ആ ഒരു റിഫോർമേഷൻ പുള്ളിക്കാരൻ നടത്തിയത്. എന്നിട്ട് പുള്ളിക്കാരന്റെ ഓർഗനൈസേഷന്റെ പേര് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. ദാറ്റ്സ് ഫോർ യൂണിവേഴ്സൽ ബ്രദർഹുഡ്. ഇത്ര തന്നെയാണ് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പൊ അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞു. ഡിസ്ക്രിമിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ, ഡിസ്ക്രിമിനേഷന്റെ മലയാളം എന്ന് പറയുമ്പോ ഇതാടാ, വിവേചനം. അതായത് പല പല ജാതി, താഴ്ന്ന ജാതി, ഉയർന്ന ജാതി എന്നുള്ള ആ ഒരു സെപ്പറേഷൻ ഉണ്ടല്ലോ, അതിനെ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയും. എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത് ചൂഷണം. സ്ട്രൈവ്ഡ് എന്ന് വെച്ചാൽ ഫിലാന്ത്രോപ്പി എന്ന് പറയുന്നത് അതിന്റെ മീനിങ് ഇതാ, ആ ഒരു സാഹോദര്യം, ആ ഒരു സാഹോദര്യം എന്ന് പറയുന്ന ആ ഒരു ഐഡിയോളജി, അതിനെയാണ് ഫിലാന്ത്രോപ്പി എന്ന് പറയുന്നത്. പിന്നെ സ്ട്രൈവ്ഡ് എന്ന് പറയുന്നത് അതെവിടെയാ കിടക്കുന്നത്? രണ്ടാമത്തെ പാരഗ്രാഫില് 3ാമത്തെ സെന്റൻസ്. സ്ട്രൈവ്ഡ് ഫോർ, അതായത് പ്രവർത്തിക്കുക എന്നർത്ഥം. സ്ട്രൈവ്ഡ് ഫോർ പ്രവർത്തിച്ചു, ഇന്ന കാര്യത്തിന്, അതായത് ഈ ഒരു സോഷ്യൽ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു എന്നാ പറയുന്നത്. വേറെ ഉണ്ടോ? ഏഗണീസ് എന്ന് പറഞ്ഞാലേ സാർ? അഗണീസ് അതായത് ആ ഒരു സ്റ്റേവരുടെ ആ ഒരു കഷ്ടപ്പാടും, അല്ല എങ്കിൽ അതിനെ കറക്റ്റ് ആയിട്ടൊരു മലയാള വാക്ക് പറഞ്ഞാൽ ആ ഒരു അനുഭവം ഉണ്ടല്ലോ, അടിമത്വത്തിന്റെ ആ ഒരു അനുഭവം ഉണ്ടല്ലോ. കറക്റ്റ് അടിമയല്ല, പക്ഷെ അടിമ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അടിമത്വത്തിന്റെ ആ ഒരു അവസ്ഥ, അതിനെ പറയുന്നത്. അപ്പൊ ഇതിലൊന്ന് ഞാൻ നിങ്ങൾക്ക് MCQ ചോദിക്കത്തുള്ളൂ. MCQ?
എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ എന്തുവാ? MCQന്റെ ഫുൾ ഫോം എന്തുവാ അറിയാവോ? ആർക്കെങ്കിലും അറിയാവോ? സാർ കേട്ടില്ല. MCQന്റെ ഫുൾ ഫോം അറിയാവോ? വൺ വേർഡാ? അതെ, വൺ വേർഡ്. ഇത് എനിക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കും. എന്താ? മൾട്ടിപ്പിൾ ചോയ്സ് അല്ലേ? അതെ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എന്നാണ് MCQന്റെ ആ ഒരു ഫുൾ ഫോം. പക്ഷെ ഞാൻ നിങ്ങൾക്ക് അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ട് ഇവിടെ ചോദിക്കത്തില്ല ഇത്. പക്ഷെ എനിക്ക് ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോ മാറാതിരിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് എഴുതിയതേ ഉള്ളൂ. അത് വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുക. അതായത് ഇത് ആര് കണ്ടുപിടിച്ചു, എന്ത് കണ്ടുപിടിച്ചു, അല്ലാതെ ഇതിലൊന്ന് എങ്ങനെയാണ് എന്താണെന്ന് വിശദമായിട്ടൊന്നും ചോദിക്കത്തില്ല. അതാ ഉദ്ദേശം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ MCQ. ചിലപ്പോ ആര് എന്തൊക്കെ ചെയ്യുന്ന പഠിക്കണോ അല്ലേ? ആ കേട്ടില്ല. ആര് എന്തൊക്കെ എന്തുവാ പഠിക്കണല്ലേ? എന്നുള്ള കാര്യം പഠിക്കണം. മിക്കവാറും എവിടെയൊക്കെ പഠിക്കണം. ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് MCQ ആയിരിക്കും ചോദിക്കുക. ചാൻസ് കൂടുതൽ. ഞാൻ പറയാം എങ്ങനെയാ ചോദിക്കുന്നതെന്ന്. നിങ്ങളത് ഫുള്ളായിട്ട് കാണാതെ പഠിക്കേണ്ട ആവശ്യം വരുമെന്ന് തോന്നുന്നില്ല. പക്ഷെ എന്നാലും ചിലപ്പോ 1-2 പോയിന്റ് വൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കേണ്ടി വരും. അത് നമുക്ക് നോക്കാം. ഓക്കെ, അടുത്തത്. സാർ ഇടയ്ക്ക് കേട്ടൂടാ. സാർ എനിക്കിവിടെ കേട്ടുകൂടെയും കണ്ടുകൂടെയും ചെയ്തുകൂടെ. അപ്പൊ എഗെയിൻ സൂപ്പർസ്റ്റിഷൻസ്. അപ്പൊ ഇതൂടെ നോക്കിയിട്ട് ഈ ഒരു ടേബിള് അത് ഞാൻ ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരാം. ഇതിൽ വേറെ ഏതെങ്കിലും ആഡ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അവരെയും കൂടെ ആഡ് ചെയ്ത് തരാം. അത്രയും മാത്രം നിങ്ങൾ എക്സാമിന് പഠിച്ചാൽ. പിന്നെ ടെക്സ്റ്റ് വായിക്കണം വൺ വേർഡിന് വേണ്ടി. അതായത് ആ ടേബിൾ മാത്രം പ്രധാനമായിട്ട് വായിച്ചാൽ മതിയാ? ടേബിള് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി എക്സാമിന്. അത്രയും സിമ്പിൾ ആക്കി തന്നില്ലേ? പക്ഷെ മേജർ ആക്ടിവിറ്റീസ് അത് ഞാൻ എഴുതി അയച്ചു തരാം. അതവിടെ ഇമ്പോർട്ടന്റ് ആണ്. അത് നമുക്ക് നോക്കാം എന്തായാലും. ഓക്കെ, അടുത്ത. Vagbhatananda was one of the prominent reformer who led movements in Malabar against social evils. അപ്പൊ ഇത്തരത്തിലുള്ള അനാചാര അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങൾക്കെതിരെ വാഗ്ഭടാനന്ദ അപ്പൊ വാഗ്ഭടാനന്ദ എന്ന് പറയുന്ന ആളാണ്, അല്ലെ സോഷ്യൽ റിഫോമർ ആണ്. ഇത്തരത്തിലുള്ള സോഷ്യൽ ഈവിൾസ് അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങൾക്കെതിരെയും അത്തരത്തിലുള്ള പ്രവർത്തികൾക്കെതിരെയും ഒക്കെ മലബാർ റീജിയനില് പോരാടിയത്. ഹി അപ്ഹെൽഡ് മോണോതീസം അല്ലെങ്കിൽ ഈ ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നത്. അതാണ് മോണോതീസം. ഏത്തിയസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ധവിശ്വാസം, അല്ലെങ്കിൽ ഒരു ദൈവം ഇല്ല എന്നുള്ള ആ ഒരു വിശ്വാസം. മോണോതീസം ഏകവിശ്വാസം, ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നു അത്. ആൻഡ് ഹി അപ്ഹെൽഡ് പുള്ളിക്കാരന്റെ ഒരു അജണ്ട എന്ന് പറയുന്നത് ഒരു മോണോതീസവും. ആൻഡ് ഫൗണ്ടഡ് ആത്മവിദ്യാസംഘം. ആത്മവിദ്യാസംഘം എന്നുള്ള ഒരു സംഘടനയും അയാൾ ക്രിയേറ്റ് ചെയ്തു. ടു ക്രിയേറ്റ് പബ്ലിക് അവയർനെസ് അഗെയിൻസ്റ്റ് സൂപ്പർസ്റ്റിഷൻസ് ആൻഡ് മീനിങ്ലെസ് റിച്വൽ. ഈ അന്ധവിശ്വാസങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഈ സൂപ്പർസ്റ്റിഷൻസ് എന്ന് പറയുമ്പോൾ ഈ അന്ധവിശ്വാസങ്ങൾ, അതുപോലെ തന്നെ മീനിങ്ലെസ് റിച്വൽ, ഈ ആവശ്യമില്ലാത്ത അർത്ഥമില്ലാത്ത ചടങ്ങുകൾ, ഇതിനെല്ലാം എതിരായിട്ട് അല്ലെങ്കിൽ ഇതൊക്കെ തെറ്റാണ് എന്നുള്ള കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ തുടങ്ങിയ ഒരു സംഘടനയാണ് ആത്മവിദ്യാ സംഘം. അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുന്നത്, ഒരു സംഘടന എന്ന് പറയാൻ പറ്റില്ല എങ്കിലും ആ ഒരു കമ്മ്യൂണിറ്റി അതിന് രൂപം നൽകിയത്. In addition to social reforms and poverty alleviation, he gave importance to gender equality. അദ്ദേഹം ഈ ഒരു സോഷ്യൽ റിഫോം, അതായത് ഈ സാമൂഹിക പരിഷ്കരണവും അതിനോടൊപ്പം ഈ പോവർട്ടി അലിവേഷൻ, ദാരിദ്ര്യ നിർമ്മാർജ്ജനവും അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ടയിൽ ഉള്ളതായിരുന്നു. അതിനോടൊപ്പം ഹി ഗേവ് ഇമ്പോർട്ടൻസ് ജെൻഡർ ഇക്വാലിറ്റി. ആൺ പെൺ വിവേചനമില്ലാതെ എല്ലാവർക്കും ഇക്വാലിറ്റി, അല്ലെങ്കിൽ ആണിനും പെണ്ണിനും ഒരേ കണക്കിനുള്ള ആ ഒരു സ്വാതന്ത്ര്യം അത് നൽകാനും നമ്മുടെ
വാഗ്ഭടാനന്ദയ്ക്ക് സാധിച്ചു. അതായിരുന്നു പുള്ളിക്കാരന്റെ മേജർ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? എല്ലാരും പോയോ? അയാളുടെ ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ ആത്മവിദ്യാ സംഘം എന്ന് പറയുന്നത്. അതായത് കമ്മ്യൂണിറ്റി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അതൊരു സംഘടന, ജസ്റ്റ് ആ ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ട് പുള്ളിക്കാരൻ ക്രിയേറ്റ് ചെയ്ത ഒരു സംഭവം. അതൊരു ഓർഗനൈസേഷൻ എന്നും പ്രോപ്പറായിട്ട് പറയാൻ പറ്റത്തില്ല. ഒരു കമ്മ്യൂണിറ്റി ആ ഒരു കമ്മ്യൂണിറ്റി ഒരു സംഘടന എന്നുള്ള ആ ഒരു പറയാൻ പറ്റും. മോണോതീസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദൈവ വിശ്വാസം, അതായത് ഏതെങ്കിലും ഒരു ദൈവത്തിലുള്ള വിശ്വാസം, പല ദൈവങ്ങളല്ല, അല്ല ഏതോ ഒരു ദൈവത്തിലുള്ള വിശ്വാസമാണ് ഈ മോണോതീസം എന്ന് പറയുന്നത്. വേറെ വേറെ ഉണ്ടോ? സാർ റിച്വൽസ് എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? റിച്വൽസ് എന്ന് പറയുന്നത് ചടങ്ങുകൾ, ഓരോ ആചാരങ്ങൾ. ശരി, വാഗ്ഭടനന്ദ എന്നുള്ള ഒരുപാട് പഴക്കമുള്ള ആളാണ്. എന്തുവാടാ? ഈ വാഗ്ഭടനന്ദ എന്നുള്ള ഒരുപാട് പഴക്കമുള്ള ആളാണ്. അവിടെ പടമൊന്നുമില്ല. പടമൊന്നുമില്ല. സാർ എന്റെ ഒരു ടെസ്റ്റ് ഉണ്ട്, ബുക്കിൽ ഞാൻ കണ്ടിട്ടുണ്ട്. വാഗ്ഭടാനന്ദ. അലിവിഷന്റെ നിർമാർജനം, അതായത് ലൈക്ക് ഇതിനെ മാറ്റുക, പോവർട്ടിയെ ഇറാഡിക്കേഷൻ ഓഫ് പോവർട്ടിയെ മാറ്റുക എന്നുള്ളത്. വേറെ അപ്പൊ ഇത് ഞാൻ ഫില്ല് ചെയ്ത് അയച്ചു തരാവേ. നിങ്ങളായിട്ട് ചെയ്യിക്കേണ്ടതാ, പക്ഷെ എന്താണ് പാവമല്ലേ എന്ന് വിചാരിച്ച് ഞാൻ ചെയ്ത് അയച്ചു തരാം. ഓക്കെ, അടുത്ത് നോക്കാം. അപ്പൊ അടുത്തൊരു 2 ടോപ്പിക് കൂടെ ഉണ്ട്. മുന്നോട്ട് പോവാം. Towards gender. എന്തോടാ? SP എല്ലാം ക്യാമറ എല്ലാം ഓഫ് ചെയ്തിരിക്കുന്നു. അതാണ് SP അമൃത, ആർഷ, ആർദ്ര, ആദിത്യൻ. Towards gender equality. അപ്പൊ സ്ത്രീ പുരുഷ ഈ ഒരു ചാപ്റ്റർ തീർന്നു കഴിഞ്ഞാൽ ഉടൻ നമ്മൾ നിർത്തിയിരുന്നു. 2 ടോപ്പിക് 2 പേജ് കൂടെ ഉണ്ട്. ഈ ഒരു ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് ഉണ്ട്. അപ്പൊ ഇത്രയും കൂടെ തീർന്നു കഴിഞ്ഞാൽ നമ്മള് നിർത്തും. Due to the caste system and the male domination prevalent in the society, the plight of women of different section varies. അപ്പോ നമുക്കറിയാം, നമ്മുടെ ഈ ഒരു സമൂഹത്തില് മെയിൽ ഡൊമിനേഷൻ എന്നത് വളരെ അധികം പണ്ട് തൊട്ടേ ഉള്ള ഒരു കാര്യമായിരുന്നു, അല്ലെങ്കിൽ ഇന്നും ഉള്ള ഒരു കാര്യമാണ് മെയിൽ ഡൊമിനേഷൻ. അത് മാത്രമല്ല കാസ്റ്റ് സിസ്റ്റവും മെയിൽ ഡൊമിനേഷനും ഉണ്ടായിരുന്നു. അപ്പോ അതുകൊണ്ട് തന്നെ ഈ സ്ത്രീകളുടെ പ്ലൈറ്റ് ഓഫ് വുമൺ, അതായത് കഷ്ടപ്പാട്, സ്ത്രീകളുടെ കഷ്ടപ്പാട്, പ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടുകൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരുന്നു. ചിലപ്പോൾ ജെൻഡർ ഇക്വാലിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ പല രീതിയിലും സ്ത്രീകളുടെ കഷ്ടപ്പാട് വ്യത്യാസം ഉള്ളത് ആയിരുന്നു. The Nambudi women were confined to the 4 walls of their houses. ഈ ഒരു നമ്പൂതിരി സ്ത്രീക്കാണെങ്കിൽ, അവർക്കാണെങ്കിൽ ഒരു വീടിന്റെ 4 മതിലിന്റെ ചുറ്റില് അവരുടെ ജീവിതം അവസാനിക്കും, അല്ലെങ്കിൽ അവിടെ തന്നെ സ്റ്റക്ക് ആയി പോവും അവരുടെ ലൈഫ്. The working class women of the Avarna communities had to face discrimination and exploitation from the Savarna.
ഇനി ജോലി ചെയ്യുന്ന സ്ത്രീകളാണെങ്കിലോ, അതായത് താഴെ തട്ടിലുള്ള അവർണ ഗണത്തിൽ പെടുന്ന സ്ത്രീകളാണെങ്കിലോ, അവർക്കാണെങ്കിൽ ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ വർക്കിംഗ് ക്ലാസ് അവരുടെ ഈ സവർണറുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഉയർന്ന ജാതിയിൽ പെട്ടവരിൽ നിന്ന് പല രീതിയിലുള്ള പ്രശ്നങ്ങളും ലൈക്ക് അവരെ എന്താ പറയുന്ന വിവേചനവും അല്ലെങ്കിൽ ചൂഷണവും അങ്ങനെ പല രീതിയിൽ ഉപദ്രവവും എല്ലാം തന്നെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ വരുന്നുണ്ടായിരുന്നു. The social reformers raised their voice against such exploitation, discrimination and inequality. അപ്പൊ ഇത്തരത്തിലുള്ള ഈ ഇനിക്വാലിറ്റിയും ഡിസ്ക്രിമിനേഷനും എതിരായിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആ ഒരു അസമത്വവും വിവേചനവും ചൂഷണത്തിനും എതിരായിട്ടാണ് നമ്മുടെ സോഷ്യൽ റിഫോമേഴ്സ് കൂടുതൽ ശബ്ദമുയർത്തിയിട്ടുള്ളത്. The Chana revolt that we discussed in this chapter was one of the earlier movements that aimed to solving women issue. നമ്മൾ ചാന റിവോൾട്ട് നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കമ്മ്യൂണിറ്റിയിലുള്ള ആ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അവർക്ക് അവരുടെ ആ ഒരു ലൈഫിൽ ആ ഒരു ചേഞ്ച് വരുത്താനായിട്ട് ചാനാർ റിവോൾട്ടിനെ പോലുള്ള റിവോൾട്സും അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റും എല്ലാം കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതെന്ന് പറയുന്നത് എന്തിനാണ് ഈ ഒരു സോഷ്യൽ റിഫോർമേഷന് വേണ്ടിയിട്ടുള്ള ഓരോ അല്ലെങ്കിൽ നമ്മുടെ വുമണിന്റെ ഇഷ്യൂസിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോ റിവോൾട്സ് ആയിരുന്നു. ഓക്കെ, സോ issue. The Tolviraka revolt at Chimini in Kasargod and Mechilpulli revolt led by Kandakai Kunnakamma at Kandakai village in Kannur were women's initiatives. A Tolviraka Samarov, അതുപോലെ തന്നെ മേച്ചിൽപുൽ സമരവും ഇത്തരത്തിലുള്ള എന്താടാ എടാ കണ്ടലേ നല്ലടാ. അതായത് ഇത് ഈ കണ്ടകൈ കണ്ടല അല്ല, നിന്റെ വീട്ടിലുള്ള കണ്ടല അല്ല. ശബ്ദം കേൾക്കും. എവിടെ ആരെന്ന് ഇടയ്ക്കിടയ്ക്ക് ശബ്ദം കേൾക്കും. കണ്ടകൈ കുഞ്ഞാക്കമ്മ എന്ന് പറയുന്നത് ജീവന്റെ ശബ്ദം പറഞ്ഞു. ഇപ്പോഴും ആ സൗണ്ട് കേട്ട് അവൻ സംസാരിക്കുമ്പോ അപ്പോ എടാ തോൽവിറക റിവോൾട്ടും അതേപോലെ മേച്ചൽ പുല്ല് റിവോൾട്ടും എന്ന് പറയുന്നത്, അതായത് രണ്ട് റിവോൾട്ട്, അതെന്താണെന്നുള്ളത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അപ്പൊ ഈ രണ്ട് റിവോൾട്ടും ഈ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്ത്രീകളുടെ ഈ ഒരു കഷ്ടപ്പാടിനെതിരായിട്ടാണ് ഈ രണ്ട് റിവോൾട്ടും അവിടെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ളത്. The social activities of the Nambudiri community like V.T. Bhattadiripadu and M.R. Bhattadiripadu rallied against the inequalities and the discrimination faced by the Nambudiri women. അപ്പോ ഈ നമ്പൂതിരി കമ്മ്യൂണിറ്റിയിലുള്ള ഈ V.T. ഭട്ടതിരിപ്പാടും M.R. ഭട്ടതിരിപ്പാടും രണ്ടുപേരും ഇവർ രണ്ടുപേരും ഈ ഒരു റാലി, ഈ ഇനിക്വാലിറ്റീസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ ഫേസിങ് നമ്പൂതിരി വുമൺ, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു നമ്പൂതിരി വുമൺ ആണെങ്കിൽ ഈ 4 മതിലിനും ഉള്ളിൽ അവരുടെ ജീവിതം അവസാനിക്കും. അപ്പോ ആ ഒരു ലൈഫിന് എതിരായിട്ട് ഇവർ രണ്ടുപേരും ഒരു റാലി തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട്. This brought about drastic changes in the status of the Nambudiri women. ഈ റാലിയും ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അത് അവരുടെ ആ ഒരു ടോട്ടൽ ലൈഫിന് തന്നെ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു ചേഞ്ചിനുള്ള കാരണം ആവുകയുണ്ടായി. The plays അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് written by V.T. Bhattadiripadu and Ridumadi by Premji revealed to the society the tragic plight of the Nambudiri women. അപ്പോൾ ഇവർ ചെയ്തത് ഇവരുടെ ഒരു അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന ഒരു പ്ലേ, ഒരു നാടകവും, അത് ഫേമസ് ആയിട്ടുള്ള ഒരു നാടകമാണ്, ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു നാടകമാണ് V.T. Bhattadiripadu.
പുള്ളിക്കാരന്റെ നാടകവും അതുപോലെ തന്നെ ഋതുമതി ബൈ പ്രേംജി, ഋതുമതി പ്രേംജിയുടെ ഋതുമതിയും അതുപോലെ തന്നെ ഇത് രണ്ടും തന്നെ ഈ നമ്പൂതിരി ഉമ്മന്റെ കഷ്ടപ്പാടുകൾ അത് വിളിച്ചോതുന്നതായിരുന്നു. അതെന്ന് പറയുന്ന ഒരു ചേഞ്ചിന് തന്നെ കാരണമായി. ഓക്കെ, അപ്പോ അതില് ഒരുപാട് ഇത്രയും അതില് നോക്കിയാൽ മതിയാവും. ഓരോ കൃതി അല്ലെങ്കിൽ ഓരോ പ്ലേ ആരുടെ ആണെന്നുള്ള കാര്യം നോക്കുക. അതവിടെ ഇമ്പോർട്ടന്റ് ആണ്. ആര്യപ്പള്ളം, ദേവകി നരിക്കാട്ടിരി and Parvati Nenmeni Mangalam were the leaders who strived to make the Nambudiri woman self-sufficient by organizing various activities. അപ്പോ ഇതിൽ പറയുന്നത് പോലെ ഈ ആര്യപ്പള്ളം, ദേവകി നരിക്കാട്ടിരി, പാർവതി നെന്മേനി മംഗലം, അപ്പോ ഇവരെല്ലാം എന്ന് പറയുന്നത് ഇതേപോലുള്ള കുറെ റിഫോമേഴ്സ്, ഇവരെല്ലാം തന്നെ അവര് ഈ നമ്പൂതിരി വുമൺ സെൽഫ് സഫിഷ്യന്റ് ആക്കുവാനുള്ള അല്ലെങ്കിൽ അവർക്ക് സ്വയമായി ഒരു സ്വയം പര്യാപ്തത കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള സ്ത്രീ, അല്ലെങ്കിൽ ഇവരെല്ലാം അതിന്റെ ലീഡേഴ്സ് ആയിരുന്നു. ഇതിനു വേണ്ടിയിട്ടാ ഈ ഒരു പ്രത്യേകിച്ച് നമ്പൂതിരി വുമൺസിനെ ഈ ഒരു കഷ്ടപ്പാടിൽ നിന്ന് മാറ്റാനും അവർക്ക് ഇപ്പൊ എഡ്യൂക്കേഷൻ ആയാലും അല്ല എങ്കിൽ അവർക്കും അവരുടേതായ ലൈഫ് ജീവിക്കാനുള്ള ഒരു അവകാശം ഉണ്ട് എന്ന് കൺസിഡർ ചെയ്ത് മനസ്സിലാക്കിച്ചു കൊടുക്കുവാനും വേണ്ടിയിട്ടുള്ള ആ ഒരു ചെയ്തത് ഇവര് മൂന്നുപേരുമായിരുന്നു അതിന്റെ ലീഡേഴ്സ് എന്ന് പറയുന്നത്. അവര് പല പല ആക്ടിവിറ്റീസും കണ്ടക്ട് ചെയ്ത് ഈ ഒരു തോട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചു. New ideas were formed and activities were organized for better wages and proper dress code and also against gender discrimination and occupational exploitation. അപ്പോൾ പുതിയ ഐഡിയയും പുതിയ ആക്ടിവിറ്റീസും എല്ലാം ഓർഗനൈസ് ചെയ്തു. ഇതിനു വേണ്ടിയിട്ട് ബെറ്റർ വേജസ്, ഇപ്പോ കഷ്ടപ്പെടുന്ന സ്ത്രീകൾക്ക് ബെറ്റർ വേജസ്, പ്രോപ്പർ ഡ്രസ് കോഡ്. നമ്മൾ നേരെ ചാന്നാർ റിവോൾട്ടിൽ പഠിച്ചതുപോലെ അവർക്കാണെങ്കിൽ മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അപ്പോ അവർക്ക് അതിനെതിരായിട്ട് ഇപ്പൊ മേൽമുണ്ട് ധരിക്കാനുള്ള ആ ഒരു അവകാശം കൊടുക്കുക. ആൻഡ് ഓൾസോ അഗൈൻസ്റ്റ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ഈ ആൺ പെൺ എന്നുള്ള ആ ഒരു വ്യത്യാസം. ഇപ്പൊ തന്നെ നമുക്ക് തന്നെ അറിയാം, നമുക്കിവിടെ ഇപ്പൊ ജോലിക്കൊക്കെ വരുന്നവര് സ്ത്രീകൾക്കാണെങ്കിൽ ശമ്പളം കുറവ്, ആണുങ്ങൾക്കാണെങ്കിൽ ശമ്പളം കൂടുതൽ എന്നുള്ള ആ ഒരു ഇതൊക്കെ ഉണ്ട്. അപ്പോ ആ ഒരു ജെൻഡർ ഇക്വാലിറ്റി ഇപ്പോഴും നമ്മുടെ നാട്ടില് ഉള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോ അതിനൊക്കെ എതിരായിട്ട് ബ്രഹ്മ നീ എന്തോടെ കരയണേ? ഒക്കുപേഷണൽ എക്സ്പ്ലോയിറ്റേഷൻ, അതായത് ഈ ജോലി സ്ഥലത്തുള്ള ചൂഷണം, അതിനെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളും എല്ലാം ഇവര് ട്രൈ ചെയ്തിട്ടുണ്ട്. This helped in the formation of the modern democratic view based on gender equality എന്നുള്ള ആ ഒരു മോഡേൺ വ്യൂ. ഇപ്പൊ സ്റ്റിൽ വി ആർ ഫൈറ്റിംഗ് ഫോർ ദി ജെൻഡർ ഇക്വാലിറ്റി. ഇപ്പൊ തന്നെ നമുക്കറിയാം, അക്കോർഡിംഗ് ടു ഗവൺമെന്റ് റൂൾ ഇപ്പോ 50% റിസർവേഷൻ എന്നുള്ള കാര്യമൊക്കെ വരുന്നുണ്ട്. അപ്പോ അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങള് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് വരുന്നുണ്ട്. അപ്പോ ആ സമയത്തെ ഇതിനു വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്ത് തുടങ്ങിയിരുന്നു, ആ ഒരു ജെൻഡർ ഇക്വാലിറ്റിക്കും എല്ലാത്തിനും വേണ്ടി. ഓക്കെ, അപ്പൊ ഇതിൽ നോക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഇതിൽ ഈ ഒരു ജെൻഡർ ഇക്വാലിറ്റിയിൽ നോക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് വുമൺ, നമ്പൂതിരി വുമണിലത്തേക്ക് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തു? അവരുടെ ആ ഒരു അവസ്ഥ എന്താ? ലൈക്ക് they have to confine to the four walls of their houses. They have to be there at
ഹൗസ് ഇറ്റ്സെൽഫ്. പിന്നെ അതില് ഏറ്റവും കൂടുതൽ ഈ ഹൈലൈറ്റ് ചെയ്തതും കൂടെ ഒന്ന് അയച്ചു തരണേ. എന്താടാ ഈ ഇങ്ങനെ വരച്ചിട്ടിരിക്കണല്ലേ മഞ്ഞയായിട്ട്, അതിനെ കൂടെ ഒന്ന് അയച്ചു തരണേന്ന്. ഞാൻ അയച്ചിരിക്കാം. ഓക്കെ, അപ്പോ ഈ നമ്പൂതിരി വുമൺ അവരുടെ ഇഷ്യൂസ് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തത് ആരൊക്കെ? മിസ്റ്റർ MR ഭട്ടതിരിപ്പാട്, VT ഭട്ടതിരിപ്പാട്, അവരുടെ പ്ലേസ്, പിന്നെ ഋതുമതി ആൻഡ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, പിന്നെ ആര്യ പള്ളം, ദേവകി നരിക്കാട്ടിരി, പാർവതി. അപ്പൊ ഇതെല്ലാം തന്നെ ഈ പേരുകളും കാര്യങ്ങളും ഒന്നും ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. ഇതാണ് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. കേട്ടില്ല. നിനക്ക് അവിടെ എന്തോ ഒരു ഇഷ്യൂ വരുന്നുണ്ടല്ലോ. ഇവന്റെ അവിടെ ഒന്ന് ലീവ് ചെയ്തിട്ട് ഒന്നുകൂടെ കയറിക്കേ, പെട്ടെന്ന് ലീവ് ചെയ്തിട്ട് ഒന്നുകൂടെ കയറി വേഗം. അപ്പൊ ഇതിൽ എന്തൊക്കെ ഡൗട്ടാ ഉള്ളേ? ചിലപ്പോ ഈ ആര്യപല്ലം, ഈ ദേവകി എന്ന് പറയുന്നതൊക്കെ ഈ ലീഡേഴ്സ് ആണ്. അവരെല്ലാം ലീഡേഴ്സാ. അവരെല്ലാം ഈ നമ്പൂതിരി വുമൺസില് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ലീഡേഴ്സ്. അവരാണ് ഈ ആക്ടിവിറ്റീസും എല്ലാം കണ്ടക്ട് ചെയ്തതും എല്ലാം. വേറെ